പ്രതിഷേധിക്കുന്നുണ്ട് പ്രവർത്തകർ. അതുകൂടെ നീക്കിക്കഴിഞ്ഞാൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും, പുനഃസ്ഥാപിക്കാൻ കഴിയും. ഏതായാലും നീണ്ട നിരയാണ് ഏകദേശം അരമണിക്കൂറിലധികം നേരമായി പ്രധാനപ്പെട്ട പാതയിലെ ഗതാഗതമടക്കം സ്തംഭിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ ഒട്ട് പിരിഞ്ഞു പോകുന്നുമില്ല. ഇപ്പോൾ വനിതാ പ്രവർത്തകരടക്കം പ്രകോപിതരായി പോലീസിന് നേരെ ചീറിയെടുക്കുകയാണ്. സുജയ, സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി അങ്ങനെ സ്തംഭിക്കുക പതിവുള്ളതല്ല. ഒരു വഴിയിൽ കൂടി സാധാരണഗതിയിൽ ഗതാഗതം അനുവദിക്കാറുള്ളതാണ്. പക്ഷേ ഇന്നത്തെ സംഘർഷം ഒന്നുകൂടി രൂക്ഷമായതോടുകൂടി ഇതുവഴി, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്റ്റാച്യു വഴിയുള്ള ഗതാഗതം രണ്ട് വരിയിലും തമ്പാനൂർ ഭാഗത്തേക്ക് പോകുന്നതും തിരിച്ച് പാളയത്തേക്ക് പോകുന്നതുമായ രണ്ട് ഭാഗവും പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണുള്ളത്. ഇപ്പോൾ വാഹനം മറ്റൊരു വഴി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. മുഴുവൻ പ്രവർത്തകരും ഇപ്പോഴും റോഡിൽ തന്നെയുണ്ട്. ഒരു വഴിയിൽ വാഹനം അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് പോലീസ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് ബസ് ഇതുവഴി കടന്നു വരികയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കണ്ടോൺമെൻറ്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ബാരിക്കേഡ് എടുത്തു മാറ്റാനുള്ള ശ്രമമുണ്ട്. സംഘർഷത്തിന് അയവില്ല. പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളുമുണ്ട്. പല ഭാഗത്തും പൂർണ്ണമായി ഇവിടെ നിന്ന് സംഘർഷം ഒഴിവായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രവർത്തകരും പോലീസും ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് നീക്കുന്നു. മറുഭാഗത്ത് മുദ്രാവാക്യം വിളികളുമായി തിരിച്ചു പോകാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രവർത്തകരെ ഇവിടുന്ന് പിന്തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണ്. ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ പ്രകടനവുമായി പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. സുജയ, ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറമാണ് ആശാവർക്കർമാരുടെ സമരം. ഇപ്പോൾ ഈ സംഘർഷം നടന്നത് സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ഗേറ്റിലാണ്. നോർത്ത് ഗേറ്റിനോട് ചേർന്നാണ് ആശാവർക്കർമാരുടെ സമരം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ എങ്ങോട്ടാണ് പോകുന്നത് പ്രസാദ്? ഈ ആശാവർക്കർമാരുടെ സമരം നടത്തുന്ന ആ ഭാഗത്തേക്കാണ് പോകുന്നത്. പിരിഞ്ഞു പോവുകയാണ് എന്ന് തോന്നുന്നത്. ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയും ഒരു ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ ചാടിക്കിടക്കുന്ന രീതിയിലേക്ക് വരെ സമരമെത്തിയിരുന്നു. വലിയ പ്രതിരോധമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഇത്രയേറെ പ്രശ്നത്തിലേക്ക് പോകാറില്ല. പക്ഷേ ഇന്ന് പോലീസിൻ്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്കാണ്. മറുഭാഗത്ത് നമുക്ക് കാണാം പോലീസ് ശക്തമായ ബന്ദോബസ്ത് ഏർപ്പാടാക്കുന്നു എന്നതാണ്. നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാം. ശക്തമായ പോലീസ് സന്നാഹം ആശാവർക്കർമാരുടെ അടുത്തേക്ക് ഈ പ്രതിഷേധക്കാർ നീങ്ങുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമോ എന്നൊരാശങ്ക പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നു. മാത്രമല്ല സുജിയ, സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തേക്ക് പോയാൽ ഇവിടെ പോലീസിൻ്റെ ഒരു വലയം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഏത് നിമിഷവും ഇവർ ചാടിയിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന ഭാഗത്തും പോലീസിൻ്റെ പൂർണ്ണമായ ഒരു പ്രതിരോധം ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന ഭാഗത്തേക്ക്, അതായത് സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരികയാണ്. ഇനിയും ഒരു സംഘർഷം ഉണ്ടാകുമോ എന്ന ഒരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ബന്ദോബസ്ത് ഇവിടെയെല്ലാം ഉണ്ട്. ഇത്രയും സമയം നീണ്ടുനിന്ന ഒരു സംഘർഷം ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ സംഘർഷമുണ്ടാകില്ല എന്നൊരു ആത്മവിശ്വാസവും പോലീസിനുണ്ട്. വലിയ പിന്തുണയാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ ഇന്നുള്ളത്. റോഡ് നിറയെ ആശാവർക്കർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ളവരുടെ പ്രകടനങ്ങളുണ്ട്. മറുഭാഗത്ത് BJP പ്രവർത്തകരുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റിൽ, അതായത് നോർത്ത് ഗേറ്റിൽ ശക്തമായ പോലീസ് ബന്ദോബസ്ത് പതിവ് പോലെ തന്നെ തുടരുന്നുണ്ട്. ഇവിടെ ജലബീരങ്കിയുണ്ട്. മറുഭാഗത്ത് ഇവിടെ നിന്ന് തുടങ്ങി സമരം മറുഭാഗം, അതായത് ആ സൗത്ത് ഗേറ്റ് വരെ നീങ്ങി എന്നതാണ്. ശക്തമായ പോലീസ് ബന്ദോബസ്ത്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം, പ്രതിഷേധ മാർച്ച്, ആശാവർക്കർമാരുടെ പ്രതിഷേധം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പ്രവർത്തകരുടെ നീക്കം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് സുജിയ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മറുഭാഗത്ത് ആശാവർക്കർമാരുടെ സമരം
വളരെ ശക്തമായി പുരോഗമിക്കുന്നു. ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണമായും ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കം എന്താണ് എന്നുള്ളത്. ആശാവർക്കർമാർക്ക് യൂത്ത് കോൺഗ്രസ് ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. അവർ സമരമിരിക്കുന്ന ഇടത്തേക്ക് ചെന്നാണ് ഐക്യദാർഢ്യം അറിയിക്കുന്നത്. അതാണ് നമ്മൾ തത്സമയം കണ്ടത്. ഈ ഐക്യദാർഢ്യ